Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. എന്നാ കണ്ട് വിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തിരിച്ച് എന്നോട് മറുപടി പറയാൻ ഒക്കെയല്ല. പിന്നെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ തന്നെ വിശേഷം എല്ലാം പറയണം. ഇപ്പം പറയാനെന്ന് വെച്ചാൽ തിരുവനന്തപുരത്താണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ മഴയും തോന്നുന്നത്. എന്നാ മഴയല്ലേ, നമുക്കൊന്ന് വെളിയിൽ പോലും ഇറങ്ങാൻ ഒക്കുന്നില്ല. അതും പോട്ടെ, ഇപ്പോഴാണെങ്കിൽ വീട്ടമ്മമാർ എപ്പോഴും ഏറ്റവും കൂടുതൽ പരാതി പറയുന്ന ഒരൊറ്റ കാര്യം ഉണ്ടായിരിക്കത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ തുണി ഉണങ്ങുകയില്ല എന്നൊറ്റ കാര്യമല്ലേ പറയാനുള്ളൂ. അതെല്ലാ വീട്ടിലും ഉള്ളതാന്നേ. വെയിലാന്നേ പറയും എന്നോ വെയിലാ എന്നാ ചൂടാ, ഒന്ന് ഇരിക്കാൻ മേല, ഭയങ്കര അങ്ങ് ഉഷ്ണമാന്നൊക്കെ പറയുവേ. മഴയാണെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് പറയുന്നത്. ചുമ്മാ അല്ല, എല്ലാ ഭർത്താക്കന്മാരല്ല ആണുങ്ങൾ പറയുന്നത് എന്നാ ഉണ്ടേലും ഇവർക്ക് എല്ലാത്തിനും അങ്ങ് കുറ്റവാന്ന് എന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ ഒക്കെയല്ല. കാര്യം എന്നാന്നറിയോ, നമ്മൾ ഈ വീട്ടിനകത്തെ എല്ലാ പണിയും ചെയ്യുന്നോണ്ടാ. അതേതേതാ കാലത്ത് എണീച്ച് കഴിഞ്ഞാൽ തൊട്ട് രാത്രി കിടക്കുന്നിടം വരെ വീട്ടുകാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കുന്നതുകൊണ്ടും ഇപ്പം ഭർത്താക്കന്മാരൊക്കെ ഈ പറഞ്ഞ പോലെ ഈക്വലായിട്ട് ഉള്ള ജോലി ഷെയർ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും ഒരു പടി അല്ലെങ്കിൽ ഒരു പിടി കുറച്ച് ജോലി ഭാര്യയ്ക്ക് എന്തായാലും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ അടുക്കളയിലും കൂടെ ചെയ്തേച്ച് അങ്ങ് വരുമ്പോൾ അങ്ങ് അപ്പടി ക്ഷീണമാണേ. അന്നേരം എന്നാ പറ്റുമെന്നറിയാമോ, അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷനും ദേഷ്യവും അരിശവും എല്ലാമൊക്കെ വരുന്നതെന്നുള്ള അറിയാമല്ലോ. അന്നേരമായിരിക്കും പിള്ളേർ എന്നതേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചോ മാറ്റിയോ വെച്ച് കഴിഞ്ഞാൽ അവരോടും അങ്ങ് അരിച്ചും വരുവേ. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്നറിയാം, നമ്മൾ അടുക്കളയിൽ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ജോലിയുള്ള സമയത്തൊക്കെ ഈ ഏറ്റവും കൂടുതൽ നമ്മളായിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ അടുക്കളപ്പണി എങ്ങനെ ഏറ്റവും എളുപ്പമാക്കാമെന്നുള്ളതാണ്. അതും എളുപ്പമാക്കാന്ന് പറയുന്നത് വൺസ് ഇൻ എ വൈലോ വൺസ് ഇൻ എ ബ്ലൂ മൂണേ ചെയ്യാൻ ഒക്കത്തുള്ളൂ. കാര്യം എന്നാന്നോ, ഈ പറഞ്ഞ പോലെ കുഞ്ഞുനാൾ മുതലേ രുചിയായിട്ട് ആഹാരം കഴിച്ചു വളരുന്ന ആൾക്കാരായിരിക്കും. ഇപ്പം എൻ്റെ ഏട്ടനെ സംബന്ധിച്ച് പറയുവാന്നേൽ, ഏട്ടനാണെങ്കിൽ കുഞ്ഞുനാൾ പോലെ അമ്മ, ഞാൻ പറഞ്ഞിട്ടില്ല എന്നാന്ന് വെച്ചാൽ അമ്മ എപ്പോഴും ഈ അരകല്ലേലൊക്കെ അരച്ചൊക്കെ കൊടുത്തുകൊണ്ട് ഭയങ്കര നാവിന് രുചിയാണ്. അതുകൊണ്ട് എൻ്റെ ഈ തട്ടിപ്പ് വഴികളൊന്നും പുള്ളികളും നടക്കുകയല്ല. അതുകൊണ്ട് ഇച്ചിരി രുചിയായിട്ടൊക്കെ ആഹാരം ഉണ്ടാക്കി കൊടുത്തേലേ ഒക്കത്തുള്ളൂ. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നമുക്ക് അത് നിത്യമായിട്ട് വേണ്ടി ഒരു സാധനമാണ്. പക്ഷെ എന്നാലും വല്ലപ്പോഴും, അതായത് ഞാൻ പറഞ്ഞില്ലേ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഭക്ഷണം കൊടുക്കുകയാണെന്നേലും പുള്ളിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ എന്നാൽ എല്ലാ വീട്ടമ്മമാരുടെ വീട്ടിലും ഇതേപോലെ വൺസ് ഇൻ എ ബ്ലൂ മൂൺ ഒരു വ്യത്യാസപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടാക്കുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പിള്ളേരെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേർക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കപ്പ വേവിച്ച് കൊടുത്താൽ ഇഷ്ടപ്പെടുകയില്ല. മാക്സിമം പോയാൽ ഏത്തക്കാപ്പം കഴിക്കുമായിരിക്കും, അല്ലേ പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രെഡ് ടോസ്റ്റോ പാൻ കേക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് എന്നതേലൊക്കെ പേരുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, എന്നാലും അവർ ഹാപ്പി ആവത്തുള്ളൂ. അപ്പം അങ്ങനെ പിള്ളേർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഒരു ഡിഷാണ് ഇത്. ഏറ്റവും കൂടുതൽ എളുപ്പമാണ്, പിള്ളേരെ മാത്രം കൺസിഡർ ചെയ്യേണ്ട, വലിയവർക്കാണെങ്കിലും കഴിക്കാം. ഒരു പാർട്ടി വെക്കുവാണെങ്കിൽ ഒരു സ്റ്റാർട്ടറായിട്ട് ചെയ്യാം. ഏറ്റവും എളുപ്പത്തിൽ പാർട്ടിയൊക്കെ പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ജോലി നമുക്ക് അടുക്കളയിൽ. അന്നേരം എന്നാൽ പാർട്ടി ഉണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടർ ഇല്ലാതെ ഒക്കത്തുമില്ല. അങ്ങനെ അന്നേ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ലൊരു സ്റ്റാർട്ടറാണ് ഇത്. ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് ഫിഷ് ആൻഡ് ചിപ്സ്. ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഈ പറഞ്ഞ എൻ്റെ രണ്ടാമത്തെ മോൻ മീൻ കഴിക്കുകയല്ല, അവൻ പോലും കഴിക്കുന്ന ഒരു സാധനമാണ് ഇത്. എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ഒരു എന്താ പറയുക, ഒരു ക്രംഡ് ഫിഷിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, ഒരു എണ്ണിപ്പെറുക്കി ഒരു 3-4 അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ഇതിന് വേണ്ട കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ വെജിറ്റബിൾ ഓയിൽ ഏതായാലും മതി, വെളിച്ചെണ്ണ വേണ്ട, കുറച്ച് കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പ്, ഇച്ചിരി ദേശക്കാട്ടിയുള്ള മീനാണ് ഇതിന് ഏറ്റവും നല്ലത്, ഇച്ചിരി വെളുത്തുള്ളി, മുട്ട, കുറച്ച് ബ്രെഡ് ക്രംസ്. ഇത്രയും സാധനമേ വേണ്ടുള്ളൂ. ഇനി എന്നാന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ ഇച്ചിരി ദേശക്കട്ടിയുള്ള മീനാണ് മേടിച്ചേക്കുന്നത്. ഇതിനകത്ത് ഏത് തരം മീൻ വേണോ എന്ന് വെക്കാനും കുഴപ്പമില്ല എന്ന് പറയാൻ ഒക്കത്തില്ല. കാര്യം ചില ഡിഷസ് ഉണ്ടല്ലോ അതിൻ്റെതായ രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പം നെമ്മീൻ തന്നെ വേണം എന്നില്ല, ദേശക്കട്ടിയുള്ള ഏത് മീനായാലും ഒരു സ്ക്വയർ ഷേപ്പിന് മുറിക്കുകയോ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരു ഷേപ്പ് അതിനനുസരിച്ച് മുറിക്കാം. കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറയാൻ എക്സാമ്പിൾ, നമ്മളൊരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മുറിക്കുമ്പോഴത്തേക്ക് അതിനൊരു ഷേപ്പുണ്ട്, ആ ഷേപ്പിന് മുറിക്കുകയാണെങ്കിലും നല്ലതാണ്. അത് ഈ പറഞ്ഞ പോലെ സ്ക്വയർ ഷേപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, അതല്ല റെക്ടാങ്കിളോ
ഏത് ഷേപ്പ് ആണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഇച്ചിരി ദശക്കട്ടി വേണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ അതങ്ങ് പൊടിഞ്ഞു പോകും. ഇതിനകത്ത് ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീൻ എടുത്തേച്ച് ഇച്ചിരി ഉപ്പിട്ടിട്ട് കുറച്ച് കുരുമുളക്, ഇച്ചിരി വെളുത്തുള്ളി. ഇനി ഈ വെളുത്തുള്ളി ഞാൻ ഇടാൻ കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിലൊക്കെ മോസ്റ്റ്ലി എല്ലാ വീടുകളിലും ഈ ഗാർലിക് പൗഡർ കിട്ടാൻ വലിയ പ്രയാസമാണ്, നമ്മുടെ കാണുകയില്ല. അപ്പൊ അങ്ങനെ ആന്നേല ഇച്ചിരി വെളുത്തുള്ളി ഇടുന്നതാ നല്ലത്. ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇനി അടുത്ത എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മുട്ടയില്ലേ അതിനെ പൊട്ടിച്ച് ഇതിനകത്തോട്ട് നമ്മൾ മീനിനകത്ത് എന്നാക്കിയാ ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ഇതിനകത്തും ചേർക്കണം. ഒരിച്ചിരി ഒരു നുള്ളു ഉപ്പിട്ടേച്ചാൽ മതി. മീനിനകത്ത് ഉപ്പുണ്ടേ, ഒരു ഇച്ചിരി കുരുമുളക്, ഇതിനകത്തോട്ടും ഒരു ഇച്ചിരി വെളുത്തുള്ളി എന്നുവെച്ച് ഇത് നല്ലതായിട്ടൊന്ന് അടിക്കും. ഇനിയാന്നു നമുക്ക് എണ്ണ നല്ല അസലായിട്ട് ചൂടാക്കും. നല്ല ചൂടായ എണ്ണയിലാന്നു നമ്മളിത് വറുക്കാനുള്ളേ. ഇതിന് വെജിറ്റബിൾ ഓയിലാണോ ഏറ്റവും നല്ലത്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണ ഉപയോഗിച്ച ഈ ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്ന സാധനം ബേസിക്കലി ഒരു എബ്രോഡിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ട് അവർ ഏറ്റവും കൂടുതൽ ഒന്നെങ്കിൽ ഒലീവ് ഓയിൽ അല്ലെങ്കിൽ ഗ്രേപ്പ് സീഡ് ഓയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനത്തെ വെച്ച് ഉപയോഗിക്കുന്ന. പക്ഷേ ഇതൊന്നും നമുക്കിവിടെ നാട്ടിൽ കിട്ടുകയില്ല. പക്ഷെ ഒലീവ് ഓയിൽ കിട്ടും, ഗ്രേപ്പ് സീഡ് ഓയിലൊക്കെ കിട്ടാൻ വലിയ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അന്നേരം നമ്മൾ ഏറ്റവും നമുക്ക് കംഫർട്ടായിട്ടുള്ളത് ഏത് വെജിറ്റബിൾ ഓയിലാണെന്ന് വെച്ചാൽ അത് ഒഴിച്ചേച്ചാൽ മതി. പിന്നെ അഥവാ ചിലരുടെ വീട്ടിലൊക്കെ ഗാർലിക് പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മീനിലും നമ്മൾ മുട്ടയിലും വെളുത്തുള്ളി ഇട്ടു, ഇത് രണ്ടും ഒഴിവാക്കി വെച്ച് ഒരു സ്പൂൺ ഗാർലിക് പൗഡർ നമ്മുടെ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ടേച്ചാൽ മതിയേ. അല്ലാതെ വേറെ ഒന്നിലും ചേർക്കണ്ട. അതായത് മീനിലും ചേർക്കണ്ട, ഈ പറഞ്ഞ പോലെ മുട്ടയിലും ചേർക്കണ്ട. സ്ട്രെയിറ്റ് ആയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇടുക. പിന്നെ ഞാൻ ചെയ്യുന്ന സെയിം പ്രൊസീജിയേഴ്സ് ചെയ്തേച്ചാൽ മാത്രം മതി. നമ്മുടെ എണ്ണ നോക്കി പുക പോകുന്നുണ്ട്, അത്രയ്ക്ക് ചൂടായിട്ടുണ്ട്. എന്നുവെച്ച് ഞാൻ ഇച്ചിരി സിമ്മാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ നമ്മൾ മീൻ എടുത്തേച്ച് ഫസ്റ്റ് ബ്രെഡ് ക്രംസിൽ മുക്കണം. അതിനകത്ത് വെളുത്തുള്ളിയൊക്കെ പറ്റി പിടിച്ചിരിക്കുവാണെങ്കിൽ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതിന്ന് നേരെ നമ്മുടെ മുട്ടയിലോട്ട് ഇടുക, പിന്നെ സ്ട്രെയിറ്റ് ബ്രെഡ് ക്രംസിലേക്ക്. കട്ട്ലേറ്റ് ഒക്കെ കോട്ട് ചെയ്യുന്ന കൂട്ട് തന്നെ ചെയ്യണേ. അതേപോലെ സെക്കൻഡ് പീസ്. സിമ്മേന്ന് ഒരു ഇച്ചിരി കൂടി തീ കൂട്ടി വെച്ച്, മീനിനധികം വേവില്ല, പക്ഷേ എന്നാലും നമ്മൾ ഡബിൾ കോട്ടിങ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരു ഇച്ചിരി നേരം അതൊന്ന് വെന്ത് വേണം നമ്മൾ അതിനെ ഒന്ന് മുരിച്ചെടുക്കാൻ. കട്ട്ലേറ്റിനോളം മുരിഞ്ഞാൽ മതിയാവും, വേറെ ഒന്നുമില്ല. ഇതിനൊരു ചെറിയ ഫിഷ് ഫിംഗറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ധൃതി പിടിച്ചാൽ ഒട്ടും ഒക്കുകയില്ല. ഞാൻ 2 എണ്ണം വീതം ഇടുന്ന എന്നാന്നറിയാവോ, സിമ്മേലിട്ടേച്ച് ആ ഉള്ളിലൊന്ന് വേവണം. ശരിക്കും ഒരു പച്ച ആ ഒരു ചുവ വരാൻ പാടില്ലേ. പിന്നെ ആണെങ്കിൽ ഈ മീൻ ഒരു ഇച്ചിരി നേരം ഒരു ഉപ്പും കുരുമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് പുരട്ടി വെക്കാമെങ്കിൽ ആ മീനിനൊക്കെ ഒരു ഉലുമ്പ് ചുവ വരുമെന്ന് പറയുവേ, അതെല്ലാം അങ്ങ് മാറും. ധൃതി കൂട്ടിയൊന്നും ചെയ്യരുത്. പതുക്കെ ചെറിയ സിമ്മേലിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. ഇതിനൊരു ഇച്ചിരി സമയം എടുക്കുമെന്ന് മാത്രമല്ല, ഇനി ഇരിക്കുന്നു 5-6 കഷ്ണം, എന്തോരം നേരം എടുക്കുമെന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ ഇവിടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫിഷ് ആൻഡ് ചിപ്സ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്.
ഇത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പിന്നെ വലിയൊരാന്നേലും ഒരു സ്റ്റാർട്ടറായിട്ട് എടുക്കുകയുള്ളൂ. ഇന്ന് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ തിയേറ്ററിലൊക്കെ ഭയങ്കര നിറഞ്ഞ സദസ്സോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ ഡയറി എന്ന ഫിലിമിൻ്റെ നിർമ്മാതാവും അഭിനേതാക്കളുമാണ് നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്നത്. നമസ്തേ ചേട്ടാ. നമസ്തേ നമസ്തേ നമസ്തേ. വെൽക്കം, ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. ഭയങ്കര സന്തോഷമല്ലേ എല്ലാവർക്കും? അതാണ് ഈ പറഞ്ഞ പോലെ തിയേറ്റർ ഭയങ്കര നിറഞ്ഞ സദസ്സോടുകൂടി ഓടിക്കൊണ്ടിരിക്കുക. അതിന്റെ ഒരു ഭയങ്കര ഒരു പ്ലീസിങ് അല്ലേ, ഫേസിൽ നല്ലോണം ഉണ്ട്, പ്രൊഡ്യൂസറിന് നല്ലോണം ഉണ്ട്. ഇതാണ് നമ്മുടെ സ്കൂൾ ഡയറിയിലെ പ്രൊഡ്യൂസർ. അതിന്റെ ഒരു എന്താ പറയാ, അതാണ് ഭയങ്കര എന്താ പറയാ സന്തോഷല്ലേ? സന്തോഷമുണ്ട്. എന്നാ പറയുന്നു പടം ഇറങ്ങിയേ? പടം ഇപ്പം 30-ാം ദിവസം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓൾ കേരള. ഓക്കെ, റിലീസ് ആവുന്നതിന് മുമ്പേ ഉണ്ടായ ടെൻഷനും ഇപ്പോഴത്തെ അവസ്ഥയും. റിലീസ് ആയതിനു മുന്നേ ഭയങ്കര ടെൻഷനായിരുന്നു. മെയ് 18-നായിരുന്നു റിലീസ്. അപ്പം പുതുമുഖങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചിത്രം തിയേറ്ററിലേക്ക് വരുമ്പോൾ കേരളത്തിലുള്ള പ്രേക്ഷകർ അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും, സ്വീകരിക്കും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ജനങ്ങളത് ഏറ്റെടുത്തു. ഇതിനകത്ത് മോഹൻചേട്ടനെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മോഹൻചേട്ടനെ എല്ലാ മലയാളികൾക്കും അറിയാം. സന്ധ്യസമയത്ത് മോഹൻചേട്ടൻ ഇല്ലാത്ത എന്താ പറയാ ഒരു വീടുകളിലും ചെല്ലാത്ത വീടുകളില്ലെന്നറിയാം. കാര്യം എന്നെക്കാട്ടിലൊക്കെ മുമ്പേ മോഹൻചേട്ടൻ വീടുകളിലൊക്കെ ചെല്ലുന്നു. സ്ക്രീനിൽ കൂടാണ് സ്ക്രീൻ. പക്ഷെ മോഹൻചേട്ടൻ ഒരു കാര്യമുണ്ട്, സ്ക്രീനിൽ കൂടെ ആന്നേ പോലും നമ്മൾ ചെയ്യുന്ന ഒരു ക്യാരക്ടർ അവർ എന്തോരം ഇഷ്ടപ്പെട്ടിട്ട് നമ്മളെ അവരിൽ ഒരാളായിട്ട് കാണുന്നില്ലേ? ശരിക്കും മോഹൻചേട്ടൻ ഒരുപാട് സദസ്സിലൊക്കെ ചെല്ലുമ്പോഴത്തേനും അങ്ങനെ വന്ന് സത്യം ഉറപ്പാ അന്വേഷിച്ചു. ഇതേപോലെ ഞാനും പറയുന്ന മോഹൻചേട്ടൻ എന്താണോ, ഞാൻ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് പോയില്ലെങ്കിലും ഉണ്ടല്ലോ ഉടനെ എല്ലാവരും ചോദിക്കും എല്ലാം ഒന്ന് കാണാനില്ലായിരുന്നല്ലോ. നമ്മൾ ആരാ പറഞ്ഞു എല്ലാ ആഴ്ച നിങ്ങളൊക്കെ അന്വേഷിക്കാൻ വരുന്നല്ലോ, നിങ്ങളെല്ലാം എന്നെ അന്വേഷിച്ച് വരാത്ത. ഈ ഒരു എസ്കേപ്പിസം എനിക്കും ഉണ്ട്. അത് ഇനി വേണ്ടേ, ആ നമ്പർ അങ്ങ് മാറ്റിയേക്ക്. ഇനി അടുത്ത മോള് ഹീറോയിനായിട്ട് ഈ ഫിലിമിൽ ചെയ്തു. പേരെന്നാ? എന്റെ പേര് മമിത. എനിക്കറിയാം, പക്ഷെ എന്റെ പ്രേക്ഷകർ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇനി അടുത്ത കാര്യം ചെയ്യട്ടെ, എവിടെയാ വീട്? ഞാനൊരു കോട്ടയം പേരെയാണ്. കണ്ടോ എന്നെ സന്തോഷം. മോഹൻചേട്ടാ വീട് എവിടാ? മോഹൻചേട്ടാ വീട് എന്നാ എവിടെയാ? കണ്ടോ എന്നെ സന്തോഷം എന്നറിയോ? മോന്റെ വീട് എവിടാ? ഞാൻ ട്രിവാൻഡ്രമാണ്. ആണോ? എന്നാന്നറിയോ, ഇച്ചിരി ഈ പറഞ്ഞ പോലെ നമ്മുടെ ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒരു ഇച്ചിരി സ്നേഹവും സന്തോഷവും കൂടെ എന്നും പറഞ്ഞ് തഴഞ്ഞു കളയൊന്നുമില്ല. ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പൊ ജീവിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും മറക്കുമല്ലോ കേട്ടോ. ഒന്നും വിചാരിക്കല്ലേ. എന്ന് വെച്ചാൽ ഇച്ചിരി അവനവന്റെ നാട്ടുകാരെ കാണുമ്പോൾ ഒരു ആവേശവും വർത്താനം പറയലും ഒക്കെ കൂടുതലാണ്. അല്ലെങ്കിലും കോട്ടയംകാർക്ക് വർത്താനം കൂടുതലല്ലേ? പിന്നെ അല്ലാതെ എന്നോട് കുറവുണ്ടോ മോഹൻചേട്ടാ? ഞങ്ങളോട് ഇത്തിരി കുറവുണ്ട്. തിരുവല്ലായിലോ? നമ്മുടെ കുഴപ്പമൊന്നുമല്ല. അതെ, എന്നോട് എവിടെ ചെന്നാലും എന്നോട് ആദ്യം പറഞ്ഞ നീ ഒരു കോട്ടയംകാരിയല്ലേ എന്ന്. സംസാരം കേൾക്കുമ്പോഴേ അറിയാം. നമ്മള് വർത്താനത്തിലാണ് നമ്മൾ ഏതാ നാട്ടുകാരെന്ന് അറിയുന്നല്ലേ? സത്യം. ഇവിടെ എല്ലാരും പിടിച്ചു മുറുക്കിയൊക്കെയാണ് വർത്താനം പറയുന്നത്. ഇല്ല, നമ്മള് വളരെ ട്രിവാൻഡ്രത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. നമ്മൾ ഒറ്റപ്പെടും, ആനി അവിടെ കയറും കേട്ടോ. ഇല്ല, അപ്പുറത്തെ വെള്ളത്തെ കാലം ഓടണം, ഇപ്പുറത്തെ വെള്ളത്തെ കാലം ഓടണം. രണ്ടും കളയാൻ നോക്കാത്ത രാജ്യമാണ്. സോറി, സ്ഥലമാണ്, രാജ്യമല്ല സ്ഥലമാണ്. എനിക്ക് രണ്ടും ആവശ്യമുള്ള സ്ഥലമാണ്. അന്നേരം പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ആരും തഴഞ്ഞു പറയാൻ ഒക്കെയല്ല. പിന്നെ മോഹൻചേട്ടാ ഒരു കാര്യം ഞാൻ തന്നെ കണ്ടതാണോ എന്നറിയത്തില്ല, നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. മോഹൻചേട്ടൻ ഒരാളോട് ഭയങ്കര റിസംബ്ലൻസ് ഉണ്ട്. ഇല്ലേ? നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ? അയ്യേ, നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ? ഒന്നുമില്ല, എനിക്ക് തോന്നിയില്ലേ? ചെറുതായിട്ട്. എന്നിട്ട് ഒറ്റയടിക്ക് ഇല്ലെന്ന് പറഞ്ഞാൽ 7 പേരൊന്നുമില്ല. ഇപ്പൊ എന്റെ അറിവിൽ ഒരാളേ ഉള്ളൂ. ഞങ്ങളുടെ സോമേട്ടനുമായിട്ട് നല്ല ചായ. അതെ അതെ, സൈഡിൽ ഇത് 1,55,218 ആളാ. ഞാൻ 19 കൂട്ടിയോ. പക്ഷെ എന്നാണോ ശരിക്കും ഭയങ്കര സാമ്യമുണ്ട് മോഹൻചേട്ടാ. സൈഡ് പോസ് ഒക്കെ കാണുന്നു. ശരിക്കും ഞാൻ കണ്ടേക്കുന്ന സിമിലാരിറ്റീസ് എന്താണെന്നറിയാവോ? മോഹൻചേട്ടന് സോമേട്ടനെ പോലെ കണ്ണിങ്ങനെ ഏത് നേരവും ബ്ലിങ്ക് ചെയ്യാറുണ്ട്. പിന്നെ അന്നേരം ഇതേണ്ടേ സോമൻചേട്ടൻ കിട്ടുന്ന കൂട്ട് വലത് കയ്യേലാ ഏത് നേരവും വാച്ച് കിട്ടുന്നേ ശ്രദ്ധിക്കുന്നത് അല്ലേ? ഇങ്ങനെയൊക്കെ ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ബേസിക്കലി ഉള്ള മാനേഴ്സ് അങ്ങനെയാണ്. പിന്നെ ഈ സൈഡ് വ്യൂ ഒത്തിരി ഉണ്ട് അല്ലെ? എന്റെ പ്രേക്ഷകർക്ക് ഇത്രയൊക്കെ മനസ്സിലാക്കാൻ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുവാന്ന് ഇത്ര ദൂരത്ത് നിന്ന് എന്നാ കാണാനാ? നമുക്ക് അങ്ങോട്ട് പോയിരുന്നു വർത്താനം പറയാം. ഓക്കെ, ഇനി സമാധാനമായിട്ട് വർത്താനം പറയാം. അത് കൊണ്ടുവരുമ്പോ വർത്താനം പറഞ്ഞാൽ എങ്ങാണ് ഇത് താഴെ പോയാൽ എന്നാ എടുക്കും? പിന്നെ എനിക്ക് എല്ലാം ഒന്നേന്നും ഉണ്ടാക്കണ്ടേ. ഇനിയിപ്പാണെങ്കിൽ വിശേഷം ചോദിക്കാൻ ഒരു സമാധാനം ഉണ്ട്. ജ്യൂസ് തരാവേ.
ആദ്യം സോമേട്ടന് കൊടുക്കണം. ഇത് സ്റ്റാർട്ടർ ആണ്, നമുക്ക് വർത്താനത്തിന്റെ ഇടയിൽ കൂടെ ഒക്കെ കഴിച്ചോണേ. അങ്ങനെയല്ലേ രസം? പിന്നെ എന്നാ എടുക്കാലോ, ഒരു കുഴപ്പമില്ല. ഞാൻ ഉണ്ടാക്കിയത് ചിപ്സ് അല്ല, സോമേട്ടനല്ല, മോഞ്ചേട്ടൻ ഉണ്ടാക്കിയ ചിപ്സ് അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടാക്കിയേക്കുന്നത്. അത് കഴിച്ചോണേ. എല്ലാവർക്കും ഉണ്ട്. ഞാനൊക്കെ മെലിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അത് കാണുമ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ല. എന്നല്ലേ, മനുഷ്യനായ കൊതിയില്ലേ എല്ലാ കാര്യത്തിനും ഇല്ലേ? അതുകൊണ്ട് ഇത് ഞാൻ എന്തായാലും എടുക്കുകയല്ല. നമ്മുടെ ഒരാളുടെ മുന്നേ കൊണ്ട് വെച്ച് ഞാൻ എടുത്ത് മോശം. ഇതിനകത്ത് അത് ഇല്ലെന്ന് മോഹൻ ചേട്ടാ. ഈ അടുക്കളയിൽ അങ്ങനെ ഒന്നും ഇല്ലെന്നേ. ഈ അടുക്കളയിലാന്ന് എല്ലാരും വന്നു ബഹളം വെച്ച് വർത്താനം പറയുന്നൊക്കെ എന്നെ ഇഷ്ടമെന്നുള്ള കാര്യമെന്നറിയോ? വർത്താനം പറയാൻ സമയം കിട്ടുമോ കഴിക്കാൻ? മോഹൻ ചേട്ടാ പ്ലീസ്, എല്ലാവരും എന്നെ ഒന്നിച്ച് വർത്താനം പറയുന്ന ഒരു കാര്യം. അതേ തിരുവല്ലക്കാരനായക്കൊണ്ട് എന്നെ ഇങ്ങനെ പറയല്ലോ കേട്ടോ. എന്നെ കുഞ്ഞെ കേട്ടോണ്ടിരിക്കുന്നേ ഒന്നിച്ചിട്ട് വർത്താനം പറയുന്ന കൂട്ടത്തിലാന്ന് പറയണ്ടേ? അതേന്ന്. അപ്പം നമ്മള് വർത്താനത്തിന്റെ ഇടയ്ക്ക് കുറച്ച് അത് നിങ്ങൾക്ക് സമയം കിട്ടുന്ന അനുസരിച്ച് കഴിച്ചോളാം. ഇനി എന്നോട് വർത്താനം പറയരുത്. താങ്ക് യു. ആ അത് പോട്ടെ, മോഹൻചേട്ടനോട് ആദ്യം ചോദിക്കാതെ, മോഹൻചേട്ടൻ ശരിക്കും സോമേട്ടനെ കണ്ടിട്ടുണ്ടോ? അയ്യോ, എത്രയോ പ്രാവശ്യം. വർക്ക് ചെയ്തിട്ടുണ്ടോ കൂട്ടത്തിൽ? ഇല്ല, ഞാൻ സിനിമയിൽ വളരെ ലേറ്റായിട്ട് വന്ന ഒരാളായതുകൊണ്ട് ഞാൻ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. പക്ഷേ എൻ്റെ ഒരു ബിസിനസ് സ്ഥാപനം പുള്ളി ഖത്തറിൽ ഉദ്ഘാടനം ചെയ്തത് സോമേട്ടനാണ്. അങ്ങനെ ഒരു 1-2 ദിവസം വളരെ അടുത്ത് ഇടപെടാനും സാധിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ സോമേട്ടനെ കുറിച്ചുള്ള നേരിട്ട് ഓർമ്മകൾ. വലിയൊരു ആഗ്രഹമായിരുന്നു, എന്തെങ്കിലും ഒരു നടനാവുകയാണെങ്കിൽ സോമേട്ടനോടൊപ്പം അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് സഫലീകൃതമാകാതെ പോയി, പറ്റിയില്ല. എനിക്ക് കളർ ലാബ്സ്, വീഡിയോ ലാബ്. ഓ, ഈ പറയുന്ന പോലെ സിനിമയിലേക്ക് എത്തി നോക്കാവുന്ന ഒരു കർട്ടൻ പോലത്തെ ഒരു സാധനമാണ്. വ്യൂ ഫൈൻഡർ. സിനിമയിലുള്ള ക്രേസ് തോന്നിയെന്ന് വെച്ചാണോ ഈ ബിസിനസ് തുടങ്ങിയത്? ജീവിക്കാൻ വേണ്ടി തുടങ്ങി അല്ലേ? സ്വന്തമായിട്ട് അങ്ങൊന്ന് വഴിയൊന്ന് കുഴിച്ച് നേരെ ഒന്ന് സിനിമയിലോട്ട് ഇട്ട് നോക്കിയതാണ്. ഞാൻ ബേസിക്കലി ഒരു നാടൻ ആർട്ടിസ്റ്റാണ് ആയിരുന്നു. അഭിനയം എന്നും ഒരിക്കലും ഒരു രക്തത്തിൽ കലർന്നൊരു സാധനമായിരുന്നു. ബോംബെയിൽ ജോലി ചെയ്യുമ്പോഴും ഞാൻ ബോംബെ ചെന്ന് 6 മാസം ജോലിയിലായിരുന്നു. പക്ഷേ 2ാമത്തെ ആഴ്ച എനിക്ക് നാടകത്തിൽ നിന്ന് അഭിനയിക്കാൻ ചാൻസ് കിട്ടി. ഞാനും അവിടുത്തെ ക്യാപ്റ്റൻ രാജു, വത്സല മേനോനൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന ആഡം തിയേറ്റേഴ്സിലെ ഏറ്റവും പ്രായം കുറഞ്ഞ നടനായിട്ടാണ് എൻ്റെ കലാജീവിതം കേരളത്തിന് വെളിയിൽ തുടങ്ങുന്നത്. പിന്നെ അവിടെ നിന്ന് ഖത്തറിൽ പോയി, അവിടെയും ജോലി ഉണ്ടെങ്കിലും പാർട്ട് ടൈമായിട്ട് അങ്ങനെയാണ്. അത് കണ്ട ചിലരെന്ന് പറയുമ്പോൾ പാച്ചിക്കാട് ഫാസിലിൻ്റെ ബ്രദർ ഖൈസാണ് എന്നെ സിദ്ദിഖ് സാറിനെ പരിചയപ്പെടുത്തിരുന്നത്. അതാണ് എൻ്റെ അതെ, സിദ്ദിഖ് സാറിനെ പരിചയപ്പെടുത്തിരുന്നത്. അങ്ങനെയാണ് എൻ്റെ പാത്ത് ഓപ്പൺ ആവുന്നത്. ക്രോണിക് പാച്ചുള്ള എന്ന സിനിമ. അതിന് മുമ്പ് ഞാൻ ക്യാമറ കണ്ടിട്ടില്ല. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ അതിന് മുന്നേ നാടകം ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. 50ഓളം നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അമച്ചർ നാടകങ്ങളാണ്. പ്രൊഫഷണൽ തിയേറ്ററുകളിൽ പോകാനായിട്ട് പല നാടക കമ്പനികളിൽ, ചാച്ചപ്പൻ, ഗീത ചങ്ങനാശ്ശേരിയിൽ അവിടെയൊക്കെ പോയി ഞാൻ കാവൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് പോയി പഠിച്ചിട്ട്, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പോയി പഠിച്ചിട്ട് തിരിച്ചു വന്നാൽ ഈ വഴിക്ക് കണ്ടോ പൊക്കോളാൻ പറഞ്ഞിട്ട് ഓടിച്ചു. NN സാർ എന്നെ ഓടിച്ചുവിട്ടു. തിരുവനന്തപുരത്ത് ലോഡ്ജിൽ നാടകം കളിച്ചിരിക്കുന്ന സമയത്ത് ആരും എന്നെ പറഞ്ഞു NN സാർ ഇവിടെ ഉണ്ട്, പോയി കണ്ട നാടക സമിതി ചിലപ്പോൾ ഒരു ചാൻസ് കിട്ടും. ഞാനവിടെ പോയി അന്വേഷിച്ചു. അദ്ദേഹം ഇത് തന്നെയാണ് പറഞ്ഞു, പഠിക്കുന്ന നാടകം വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. പഠിച്ചിട്ട് ഇങ്ങോട്ട്, കാരണം ഒരു പക്ഷേ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാതെ ബുദ്ധിമുട്ടിയ ആളുകളിലെയൊക്കെ അവർ ധാരാളം കണ്ട് അത് എക്സ്പീരിയൻസ് അവർക്കുള്ളതുകൊണ്ടായിരിക്കും നമുക്കത് പറഞ്ഞു. അന്നേരം എനിക്ക് ഭയങ്കര നിരാശ തോന്നി, കരയണമെന്നൊക്കെ തോന്നി. നമുക്ക് സങ്കടം സഹിക്കാൻ പറ്റുക, അഭിനയിക്കാനായിട്ട് വലിയ ആശയോടെ ചെന്നേച്ചേ പെട്ടെന്ന് അങ്ങ് വീട്ടിൽ പോകാൻ പറയുമ്പോൾ നമ്മൾ എന്നാ അല്ലേ? ശരിക്കും PN മേനോൻ സാറുമായിട്ട് സഹകരിക്കാൻ PN മേനോൻ സാറ് അറിയാവുന്ന മലയാള സിനിമ ശരിക്കും സ്റ്റുഡിയോയിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവന്ന ഒരു അദ്ദേഹത്തിന് വേറൊരു ചരിത്രവും കൂടെ ഉണ്ട്. എന്താണ്? ഞങ്ങളുടെ സോമേട്ടനെ തന്നത് അദ്ദേഹം. അത് പറയാം. PN മേനോൻ സാറിൻ്റെ ഏറ്റവും അവസാനത്തെ പടമായിട്ടുള്ള നേർക്കുനേർ, അതിൽ ഞാൻ നെഗറ്റീവ്, അതിനകത്ത് വില്ലൻ വേഷം ചെയ്യാനായിട്ട് എന്നെ ഒരാൾ പറഞ്ഞു വിട്ടു. എൻ്റെ പ്രൊഡ്യൂസർ അദ്ദേഹം പറഞ്ഞു പോയി അവിടെ ഒറ്റപ്പാലത്ത് പോയി കാണാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹമുണ്ട്. ഞാൻ പുറത്ത് വന്ന് അസോസിയേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് സാറ് അകത്തുകൊണ്ട് കയറി ചെല്ലാൻ പറഞ്ഞു. ഒരു കട്ടിൽ ഞാൻ ചാരിയിരിക്കുകയാണ്. PN മേനോൻ എന്ന് പറഞ്ഞ ആൾ നേരിട്ട് കണ്ടപ്പോൾ ആളിന് സൈസ് കുറവാണെങ്കിലും ആ ആളിൻ്റെ പ്രതിഭയും ആളിൻ്റെ വലിപ്പവും മലയാള സിനിമയിൽ വലുതാണ്. അപ്പം ഞാൻ എന്നോട് ഇരിക്കാൻ പറഞ്ഞെങ്കിൽ ഞാൻ ഇരുന്നില്ല, നിന്നു. ഇരിക്കടോ, ഇരുന്നു. ചോദിച്ചു എവിടെയാ തൻ്റെ വീട്? തിരുവല്ല. അപ്പോൾ മറ്റാർക്കും അത് മനസ്സിലായില്ലെങ്കിൽ, ഞങ്ങൾ തമ്മിൽ ആദ്യം കാണാർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ വന്ന ഒരാളാണ്. അപ്പം ഞാൻ സാറിനോട് സാറ് ചിരിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായിരുന്നു. കാരണം ഈ തിരുവല്ലക്കാരൻ MG സോമനെ
ഗായത്രി എന്ന സിനിമയിൽ കൂടി മലയാള സിനിമയ്ക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ ഷേപ്പിൽ വേറൊരു ജന്മം കയറി വന്നപ്പോൾ അദ്ദേഹം പല രീതിയിൽ ചിന്തിച്ചിരിച്ചായിരിക്കും. അതാ ശരിക്കും മോഹൻചേട്ടൻ ഒരു കാര്യം ചോദിച്ചത്, ശരിക്കും മോഹൻചേട്ടൻ സോമേട്ടന്റെ ഒരു ആരാധകനായിരുന്നു? യെസ്, രക്തമില്ലാത്ത മനുഷ്യൻ, താറാവ്, ഇങ്ങനെയുള്ള അദ്ദേഹം വന്ന കുറെ പടങ്ങളുണ്ടല്ലോ ആ സമയത്ത്. മധുസാറിൻ്റെ കൂടെയൊക്കെ ആൻറ്റി ഹീറോ ആയിട്ടൊക്കെ ചെയ്യുന്ന വേഷങ്ങൾ എനിക്ക് ആൻറ്റി ഹീറോ ഭയങ്കര ഇഷ്ടമാണ്. ഹീറോയെക്കാട്ടിൽ ഒരു മറ്റൊന്നും ആരും എതിർത്തില്ലെങ്കിലും എനിക്ക് ആൻറ്റി ഹീറോസിനെ എന്തോ അത് സോമേട്ടനിലൂടെയാണ് ആ ഒരു ചിന്താഗതി എൻ്റെ വളർന്നത്. ഞാൻ ഈയിടെ സോമേട്ടൻ്റെ 20ാമത്തെ ചരമവാർഷികത്തിന് അവരുടെ വീട്ടിൽ കർമ്മങ്ങളോടനുബന്ധിച്ച് തന്നെ ഒരു പൊതു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് വെച്ചായിരുന്നു. ഞാൻ വർഷങ്ങൾക്ക്, അതായത് പണ്ടൊരിക്കൽ ഞാൻ പോയിട്ടുണ്ട്. അത് ഇവിടെ ഞാനവിടെ ചെന്ന് മീറ്റിംഗ്, ബ്ലസ്സി ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള ആൾക്കാരൊക്കെ വേദിയിലുണ്ട്. പക്ഷേ ലളിതമായ ചടങ്ങാണ്, മുറ്റത്താണ്, ഒരു ചെറിയ പന്തലിട്ടുള്ളൂ. ചേച്ചിയുടെ പ്രത്യേക സോമേട്ടൻ്റെ വൈഫിൻ്റെ പ്രത്യേക സ്വഭാവം അനുസരിച്ച് ഇങ്ങനെയുള്ള സന്തോഷ സമയങ്ങളിൽ വേദികളിൽ വന്നിരിക്കുക അതൊന്നും പുള്ളിക്കാരത്തേക്ക് താല്പര്യമില്ല. എല്ലാത്തിൻ്റെ പുറകിൽ നിൽക്കും. അങ്ങനെ ഈ മീറ്റിങ്ങിൻ്റെ എൻ്റെ പ്രസംഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് സലീം കാമ്പശ്ശേരി അദ്ദേഹമാണ് എൻ്റെ ഓർഗനൈസർ. വിളിച്ചിട്ട് ചേച്ചി പറഞ്ഞു, മോഹനേരൂരിനോടൊന്ന് വീടിനകത്തേക്ക് കയറി വരാമോ എന്ന് ചോദിച്ചു. എന്നോടൊന്നും ഞാൻ കയറി ചെന്നു. അപ്പം സോമേട്ടൻ്റെ വൈഫും മരുമകൾ സജിയുടെ ഭാര്യയും അവർ രണ്ടുപേരും ഒരു ചെറുമകളുമുണ്ട്. അപ്പോൾ എന്നോട് ചേച്ചി പറഞ്ഞൊരു സംഗതി എൻ്റെ കണ്ണു പറഞ്ഞു പോയി. സോമേട്ടൻ എന്തായാലും ഈ ഇടനാഴിയിലൂടെ ഇനി ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരില്ല. അതുകൊണ്ട് സോമേട്ടനെ പോലെ ഇരിക്കുന്ന 100 കണക്കിന് ആളുകൾ പറയുന്ന മോഹനിങ് വാ, നമുക്ക് അകത്തിരിക്കുക, വർത്താനം പറയാമെന്ന് പറയും. ആ ചേച്ചിയോട് ഞാൻ എന്താ ആൻസർ പറയണ്ടേ? അയ്യോ, അതിനകത്ത് ഉത്തരമില്ല, ചോദ്യമില്ല. ആ ചേച്ചിയുടെ ഒരു സോമേട്ടനോടുള്ള ഒരു സ്നേഹത്തിന്റെ എന്നിട്ട് എന്നെ ഇങ്ങനെ കുറച്ചു നേരം സ്റ്റെയർ ചെയ്ത് നോക്കിയിട്ട് മുടിയിൽ നോക്കിയിട്ട് പറയാണ്, മുടി മാത്രം അങ്ങനെയല്ല. അല്ല, ആ സത്യമാണ്. പക്ഷെ ഒത്തിരി റിസംബ്ലൻസ് ഉണ്ട് ശരിക്കും. എനിക്കത് തീർച്ചയായിട്ടും സോമേട്ടനോടുള്ള ഒരു പക്ഷേ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും സോമേട്ടനെ കൂടെ എനിക്ക് ഓർക്കാൻ അനിയെപ്പോലുള്ള ആൾക്കാർ എന്നോട് സംസാരിക്കാറുണ്ട്. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ സോമേട്ടൻ്റെ ആരാ അങ്ങനെ ചോദിക്കുക. അപ്പോൾ ഒരു പക്ഷേ ചേച്ചി കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ ഞാനായിരിക്കാം ഏറ്റവും കൂടുതൽ പ്രാവശ്യം സോമേട്ടൻ്റെ മരണശേഷം അദ്ദേഹത്തെ ഓർത്തിട്ടുള്ളത്. ഇപ്പം ഇവിടെ എന്തോ യാദൃശ്യമാണ്, നമ്മൾ നേരത്തെ ജസ്റ്റ് അറിയാവുന്നതല്ലാതെ നമ്മൾ നേരെ ഇന്ററാക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. സോ യു ആർ ടോക്കിംഗ് ഇൻ എ ഡീപ് വേ, മനസ്സിലായി, ജസ്റ്റ് ബിക്കോസ് ഓഫ് സോമേട്ടൻ. മോളുടെ വിശേഷം എന്തൊക്കെയാ പറഞ്ഞേ? കോട്ടയത്ത് എവിടെയാ വീട്? കോട്ടയത്ത് എന്റെ വീട് പ്രോപ്പർ കിടങ്ങൂരാണ്. പാല അടുത്തായിട്ട്. പാലയില്? കോട്ടയല്ല, പാലാക്കാരിയാ. പാല എത്തണ്ട. അത് പാല എത്തണ്ട, പാലയ്ക്ക് മുമ്പ് തന്നെയാണ് കിടങ്ങൂര്. ഓക്കെ. എങ്ങനെ സിനിമയിലൊക്കെ വന്നേ? ഞാൻ സിനിമയിൽ വന്നത് എന്താന്ന് വെച്ചാൽ എൻ്റെ അപ്പായുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, അജിയങ്കിൾ എന്ന് പറഞ്ഞ അങ്കിള്. അപ്പൊ ആ അജിയങ്കിള് ഫസ്റ്റ് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കും. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ സ്റ്റേറ്റ് വിന്നർ ആയിട്ട് ഇങ്ങനെ പത്രത്തിൽ ഫോട്ടോ ഒക്കെ അടിച്ചു തന്നു. അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ പെട്ടെന്ന് അജിയങ്കിൾ എന്നെ പറ്റി ഓർത്തത്. അപ്പൊ പെട്ടെന്ന് അപ്പനെ വിളിച്ചു പറഞ്ഞു, അയ്യോ നിന്റെ മോളില്ലേ, അപ്പോ എനിക്ക് ഒരു സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അവൾക്കൊരു വേഷം കൊടുക്കണം, ഒന്ന് വരുമോ ചോദിച്ചു. അപ്പൊ പാലായിൽ തന്നെയായിരുന്നു ഷൂട്ട്. എനിക്ക് പെട്ടെന്ന് പോയി വരാനും പാടില്ല. അപ്പൊ ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പോയി. അപ്പൊ ആദ്യം എനിക്ക് നല്ല പേടിയായിരുന്നേ, ക്യാമറയുടെ മുമ്പ് എന്നാ ചെയ്യേണ്ടത് ആർക്കറിയാം. അപ്പൊ ഇതിന് എപ്പോഴാണ് തുടങ്ങേണ്ടത്, എപ്പോഴാണ് ഇങ്ങനെ ഡയലോഗ് പറയേണ്ടത് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്നിട്ട് അപ്പൊ ആദ്യം എനിക്ക് കിട്ടിയത് ചെറിയൊരു ഡയലോഗായിരുന്നു. അത് ഓക്കെ ആയപ്പോഴത്തേനും പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ ചെയ്ത് ആ പേടി അങ്ങ് മാറി. അപ്പൊ സെറ്റിലും എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ആദ്യം തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള സിനിമ എല്ലാം കണക്ട് ആയിട്ടായിരുന്നു വന്നത്. കാരണം സർവോപരി പാലക്കാരനകത്ത് അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഫിലിം. അതിനകത്ത് ക്യാമറമാൻ ആയിരുന്നു എന്നെ പിന്നീടുള്ള ഫിലിമിലേക്ക് വിളിച്ചത്, ഹണി ബി 2. അപ്പൊ അങ്ങനെ കിട്ടി. തുടർച്ചയായിട്ട് ഇപ്പൊ ബിസി ആയിട്ടിരിക്കുവാ? ബിസി ആയിട്ടിരിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ അൻവറിനോട് ചോദിക്കട്ടെ, അതെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളൊരു സിനിമ എടുക്കുമ്പോഴത്തേക്ക് അല്ലെ മോജയുടെ ആലോചന, ഒരു യൂത്താണ് ഒരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാൻ ആ സിനിമയിൽ അഭിനയിക്കണം, ഒരൊറ്റ എയിം ആയിരിക്കും ഒരു ആൾ വന്ന് പടം പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് ചിന്തിക്കുമ്പോൾ ചെയ്യുന്ന ഏക ഒരു കാര്യം, എക്സ്പെഷ്യലി ഒരു യൂത്ത്. അപ്പം അതില് ഒരു വേഷം ചെയ്തിട്ട് കൂടുതലും കോൺസെൻട്രേഷൻ പ്രൊഡ്യൂസർ ആവാം എന്ന് വിചാരിച്ചു. ഈ ഒരു ഇതെല്ലാം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അഭിനയിക്കാതെ അല്ല ഞാൻ പ്രൊഡ്യൂസർ തന്നെ ആവാം എന്ന് വിചാരിച്ചു. എന്നാ പറ്റി?
പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത് യാദൃച്ഛികമായിട്ടാണ്. അതായത് MG ശ്രീകുമാർ സാറുമായിട്ടുള്ളൊരു ബന്ധവും ഹാജി സാറായിട്ടുള്ളൊരു ബന്ധമാണ് പ്രൊഡ്യൂസിലേക്ക് വന്നത്. ഒരു സബ്ജക്റ്റ് കേട്ടു, അത് ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഫണ്ടുണ്ടായിരുന്നു, അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ അത് ഇങ്ങനെ ഇത്രയും നല്ലൊരു റീച്ച് ആയിട്ട് ഈ ഒരു ലെവൽ വരെ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് അത്രയും സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു, അങ്ങനെ പ്രത്യേകിച്ച് നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്തിട്ടില്ലായിരുന്നു ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട്. അതുകൊണ്ട് സബ്ജക്ട് കേട്ടപ്പോ ഇഷ്ടപ്പെട്ടു. സബ്ജക്ട് കേട്ടപ്പോ ഒരു വെറൈറ്റി സബ്ജക്ട് അല്ലേ, അത് കംപ്ലീറ്റ്ലി ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ നമ്മൾ വരുന്ന ഫിലിംസിലൊന്നും വരാത്തൊരു. അതെ, അത് നമ്മൾ സ്കൂൾ ഡയറി എന്ന് പറയുമ്പോൾ നമ്മൾ ക്ലാസ്സിലുള്ള ഡയറിയാണ് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്. പക്ഷെ ഇത് ആ ഡയറി അല്ല. ഈ ഡയറി എന്ന് വെച്ചാൽ സ്കൂളിൽ ഒരു ഡയറി ഉണ്ടാകും, ആ സ്കൂളിലുള്ള കുട്ടികൾക്ക് ആ ഡയറിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ എഴുതിയിടാം. അപ്പൊ ഒരു കുട്ടി എഴുതിയിടുന്ന ഒരു പ്രശ്നത്തിന് പുറകെ പോകുന്ന ഒരു ത്രില്ലിംഗ് സബ്ജക്റ്റ് ആണ് സ്കൂൾ ഡയറി. ഓക്കെ, ഇപ്പൊ ശരിക്കും പക്ക കൊമേഴ്ഷ്യൽ ആയിട്ട് തിങ്ക് ചെയ്യാതെ ഒരു പാട്ട്, ഡാൻസ്, ഫൈറ്റ് അതൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ഒരു സിനിമ എടുക്കാൻ നേരം ഏറ്റവും കൂടുതൽ ബിസിനസ് വൈസ് തിങ്ക് ചെയ്യുന്നത്. പക്ഷെ അത് തിങ്ക് ചെയ്യാതെ ഇതെല്ലാം ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോ സോഫ്റ്റ് ഫീലിംഗ് ആണ്. സ്കൂൾ ഡയറി എന്ന് കേൾക്കുന്ന ഒരു സോഫ്റ്റ് ഫീലിംഗ് ആണ്. അപ്പൊ അത് കേൾക്കുമ്പോ അത് അങ്ങനെ തിങ്ക് ചെയ്യാം എന്നൊക്കെ ഇപ്പത്തെ യൂത്ത് തിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലേ മോഹൻ ചേട്ടാ? അതാ ചോദിച്ചത്, ഇപ്പത്തെ യൂത്തിന് അത്രയും സീരിയസ് ആയിട്ട് ഫിലിമിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞോ എന്നാ ചോദിച്ചത്. ഞാനൊരു സാധനം ചെയ്യാം, ഒരു എന്താ പറയുക, ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ ഒത്തിരി ആൾക്കാരെങ്കിലും നല്ലൊരു പ്രോജക്റ്റ് നിർമ്മിച്ച ഒരു പ്രൊഡ്യൂസറാണ് എന്നൊരു കേൾക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത തന്നെ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ വന്നിരുന്ന ഈ മൂവി കാണാം. കാരണം ഇതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു വാക്ക് പോലും പറയാത്ത രീതിയിലാണ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ശരിക്കും ഒരു കാര്യം ചോദിച്ചാൽ ഒരു പ്രൊഡ്യൂസർ ആവാനായിരുന്നു ഇഷ്ടം, ആക്ടർ ആവാനാണോ ഇഷ്ടം? എനിക്കൊരു പ്രൊഡ്യൂസറായിട്ട് അങ്ങനെയാണ് ഇഷ്ടം. എന്താന്ന് വെച്ചാൽ പൈസ കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ എല്ലാരും അങ്ങനെ ഒരു രൂപ മുടക്കേച്ച് 10 രൂപ കിട്ടുമ്പോ നമ്മൾ എത്രയായാലും അതല്ലേ. ബേസിക്കലി ഇയാള് ഗൾഫിൽ ബിസിനസ്മാൻ ആണ്, പിന്നെ കച്ചവടം എന്നുള്ള ചിന്തിക്കാതിരിക്കാൻ പറ്റില്ല. ചെറുതാ, ഇത്രയും വലിയ മുതലാളിയല്ല, ചെറിയ. ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്. എന്നാന്നറിയാവോ, തിരുവനന്തപുരത്തുകാരല്ല ഇങ്ങനെയാ പറയുന്നത്. എന്നാന്ന് വെച്ചാൽ എനിക്ക് ഇച്ചിരി വിശാലമായിട്ടുള്ള മനസ്സാണ്. പക്ഷെ തിരുവല്ല, ചങ്ങനാശ്ശേരി, കോട്ടയം, പാല ഇങ്ങനെ പോകുന്നവര് നമ്മൾ മോഹൻചേട്ടൻ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്താം. 10 കിട്ടിയാൽ 12 ഇല്ലേന്ന് ചോദിക്കുന്ന ആൾക്കാരാ, ഇല്ലേ മോഹൻചേട്ടാ? അതുകൊണ്ടാണ് മോഹൻചേട്ടൻ ഈ പരിപാടിക്കൊന്നും പോകാൻ തോന്നുന്നത്. മോഹൻചേട്ടാ ഞാനും പോയി കൈപൊള്ളിയിരിക്കുന്ന ഒരാളാണ്. കൈപൊള്ളിയോ? ഏതാ പ്രൊഡ്യൂസ് ചെയ്തേ? ഞങ്ങൾ രണ്ടും സുഹൃത്ത്, ഞങ്ങൾക്ക് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഉണ്ട്, കുടുംബശ്രീ ട്രാവൽസ് എന്ന് പറഞ്ഞ സിനിമ, പിന്നെ ദയ എന്ന് പറഞ്ഞ സീരിയല്. ഇങ്ങനെ ഞാനും അരക്കൈ നോക്കിയിട്ടുണ്ടല്ലോ, ഇപ്പൊ കരക്ക് കയറിയിരിക്കുക. നമ്മുടെ കൈക്ക് ഒതുങ്ങിയില്ലയോ? ഇല്ല, ഒതുങ്ങിയില്ല. പറ്റിയില്ല അല്ലേ? കൈ കുറച്ചുനാളൂടെ തിരിച്ചെടുത്ത് തന്നെ പെട്ടെന്ന് വലിച്ചു. ഇനി ഇട്ടേച്ച അങ്ങ് പൊള്ളി പോയാൽ എന്നെ എടുക്കുമെന്ന് പേടിച്ചു. ഇപ്പൊ അത്യാവശ്യം അഭിനയിച്ച് റേഷൻ വാങ്ങിച്ച് ജീവിക്കുന്നു. മോഹൻചേട്ടാ കുറച്ചു മുന്നേ ഞങ്ങളോട് കുറച്ച് സത്യം പറഞ്ഞേ ഉള്ളൂ. ഖത്തറിൽ ഏതാണ്ട് ഒരു ബിസിനസ് ഉണ്ടെന്നും ബോംബെയിൽ ഏതാണ്ട് ഒരു ബിസിനസ് ഉണ്ടെന്നും, എന്നിട്ട് ഇപ്പൊ അത്യാവശ്യം ബോംബെയില് ബിസിനസ് ചെയ്തോണ്ടിരുന്ന സമയത്താണ് ഞങ്ങൾ അഭിനയിച്ചെന്ന് പറഞ്ഞേ. അതേപോലെ ഖത്തറിൽ ബിസിനസ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ചെയ്തത്. എന്നിട്ട് ഇപ്പൊ എന്നാ പറഞ്ഞേ, അത്യാവശ്യം അഭിനയിച്ച് റേഷൻ വാങ്ങിച്ചു പോകുന്നുണ്ടോ? ഫോറൻസിക് PhD എടുത്തിട്ടുണ്ട്. ഓ ഇല്ല, എല്ലാത്തിനാ നല്ല സ്കോപ്പ് ഉള്ള ഞാൻ വന്നപ്പോ ഈ കണ്ണിങ്ങനെ പെറുപെറ അടയ്ക്കുന്നത് അത് വളരെ അപൂർവം 1-2 പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഒറ്റ അടിക്ക് ഈ ആനിക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് എന്തോ ഒരു ബന്ധമുണ്ട്. മോഹൻചേട്ടാ ഇപ്പൊ മനസ്സിലായില്ലേ, ഇതിനകത്ത് ആര് വന്നാലും കള്ളത്തരം പറയാൻ ഒക്കുകയല്ലാന്ന്. ഇവിടെ ആരും കള്ളത്തരം പറയുകയല്ല അല്ലേ? സത്യം. പിന്നെ ഇനി ഏതാ ഫിലിം ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞത് ഫഹദ് ഫാസിൽ സാർ നായകനായ ഒരു പടമാണ്. അപ്പം അമൽ നീരജ് സാറാണ് അതിന്റെ ഡയറക്ടർ, പിന്നെ ഐശ്വര്യലക്ഷ്മി നായിക. അപ്പൊ ഞാൻ അതിനകത്ത് ചേതന്റെ പേരായിട്ടാണ്. അപ്പൊ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്യാരക്ടറാണ് എനിക്ക്. മോഹൻചേട്ടൻ ഇപ്പൊ ടോട്ടലി ഫിലിമിൽ കംപ്ലീറ്റ് ഫിലിമിൽ ഞാനിപ്പോ ഈ വർഷം 2-3 പടം ചെയ്തു. 3ാമത്തെ പടമാണ് ഇപ്പോൾ റിലീസായത്. ഇപ്പോൾ ഒരു പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു അക്കാഡമിക് മൂവിയാണ്, പുതിയൊരു സംവിധായകൻ വരുന്നത്. ഞാനിപ്പോൾ അവിടെ കുറേ നാളുകളായിട്ടൊരു വിസിറ്ററായിട്ട് ഒരു 6 മാസത്തിലേക്ക് വിസ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു മാസമൊക്കെ നിന്നിട്ട് ഉടനെ തിരിച്ചു വരും. ഈ സീരിയൽസ് കൂടി കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൂടുതൽ അതെൻ്റെ ഒരു തുടക്കം മുതൽ എൻ്റെ കൂടെ ഉള്ള കുറച്ച് ചെറുപ്പക്കാർ അവരാണെല്ലാം. എനിക്ക് താക്കോലില്ല, പൂട്ടുമില്ല, പുസ്തകമില്ല. അവരൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുമ്പോഴത്തേനൊക്കെ നമുക്ക് എന്നാ പേടിക്കാനാ? ചിലപ്പോൾ എന്തായാലും തന്നെ അത് വാങ്ങിച്ചോണ്ടെങ്കിൽ പോരും.
തിരുവല്ലക്കാരനാണേ തിരുവല്ലക്കാരനാണേ. അല്ലാതെ വേറൊരു കാര്യം ഉണ്ടായി, ഞാൻ ഇവിടെ നിന്ന് മസിൽ പിടിച്ചാൽ അവർ തരുമില്ല. എന്നാലും അറിയാമല്ലോ തുടക്കക്കാരനാണ്. ഞാൻ അങ്ങനത്തെ തിരുവല്ലക്കാരിലാണെങ്കിൽ തിരുവല്ലക്കാരുടെ കൂട്ടത്തിൽ ഒരു പാവമായിരുന്നു. അയ്യോ കറക്റ്റ് റിയാക്ഷൻ വന്നേ, ഒന്ന് ആലോചിക്കേ. അത് ഞാൻ പറയാം, മോഹൻചേട്ടനെ ഞാനിപ്പോ വർത്താനം പറഞ്ഞു പോകുന്ന ആ ഒരു പരിചയമുള്ളേ. പക്ഷെ ഒരു മാസമായിട്ട് മോക്കറിയാലോ, അതാ റിയാക്ഷൻ പെട്ടെന്ന് വന്നേ. അയ്യോ ഒന്ന് നേരല്ലേ മോഹൻചേട്ടൻ നോക്കുന്നില്ല, അയ്യോ വെച്ച് നോക്കുന്നില്ല, നേരെ നോക്കുന്നില്ല, എന്നെ ഉത്തരം മുട്ടിക്കുമല്ലേ. ഇനി മോഹൻചേട്ടാ ഇതിനകത്ത് സ്കൂൾ ഡയറിയിലെ ഏത് ക്യാരക്ടറാണ് മോഹൻചേട്ടൻ? സ്കൂൾ ഡയറി ഞാൻ ഡോക്ടർ ഇമ്മാനുവൽ, ഈ 4-5 നായികമാരുണ്ടെന്ന് പറഞ്ഞാൽ അതിലൊരു കുട്ടിയുടെ ഫാദറായിട്ടാണ്. പല ക്ലാസ്സിലുള്ള ആൾക്കാർ, ഓട്ടോറിക്ഷക്കാരനായിട്ടുള്ള അച്ഛനുണ്ട്, ഡോക്ടറായിട്ടുള്ളതുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള അച്ഛൻ്റെ ക്രോസ് സെക്ഷനാണ്, സമൂഹത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് കുട്ടികൾക്ക് ഇന്ന് കോളേജുകളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള കുറേ മെസ്സേജ്, ഒരു മെസ്സേജ് അല്ല, പല മെസ്സേജസ് ഉള്ള ഒരു സിനിമ. അതുകൊണ്ടാണ് ഈ പ്രേക്ഷകർ തിയേറ്ററിൽ വന്നിട്ട് മൗത്ത് പബ്ലിസിറ്റി, ഇവർ ഒരുപാട് പബ്ലിസിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട് നെറ്റ് വഴിയും അല്ലാതെ ഹാർഡ് കോപ്പി ആയിട്ടും ഒക്കെ. പക്ഷേ തിയേറ്ററിൽ ഞാൻ അറിഞ്ഞിടത്തോളം കണ്ടിടത്തോളം തിയേറ്ററിലൊന്ന് കണ്ട ആളുകൾ പറയുന്നുണ്ട് ഇത് കുഴപ്പമില്ല, കാണാൻ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് പോയി കാണാൻ കൊള്ളുന്ന ഒരു പടമാണ്. അപ്പോൾ അങ്ങനെ പല അയലോക്കത്തുള്ള പല ഫാമിലി, അങ്ങനെയാണ് സിനിമ മൗത്ത് പബ്ലിസിറ്റി കൂടെ പോയത്. പിന്നെ ഇതിനകത്ത് ഹാജ മൊയ്നു എന്ന് പറഞ്ഞ ഇതിൻ്റെ സംവിധായകൻ, ഇതിന് ജസ്റ്റ് മുമ്പ് ചെയ്തൊരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാനതിനകത്ത് 4 വേഷം ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് അൻവറിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടി കഴിഞ്ഞ ശേഷം ഇദ്ദേഹം ഒന്നാമത് ഇയാൾ ഈ ഷർട്ടൊക്കെ ഇട്ടിങ്ങനെ ഒതുങ്ങി ഇയാൾ ജിമ്മാണ് കേട്ടോ. മറ്റേ സിനിമയ്ക്കകത്ത് ഇവിടെ ഒക്കെ ഇങ്ങനെ പെരിപ്പിച്ച് കാണിക്കുന്നു ഇവിടെ. അപ്പോൾ ഇയാളുടെ ഈ എനർജി സിനിമയുടെ എല്ലാ തലത്തിലും ചെന്ന് ഇയാൾ അറിയാതെ ഒരു 25 പൈസ പോലും ഇവിടെ ചിലവാകത്തില്ല. ഒപ്പിടണം, ഞാൻ ഒപ്പിടണം. ഞങ്ങളോടൊക്കെ ആദ്യം പറഞ്ഞെന്താ, നിങ്ങളാരും നിങ്ങളുടെ സ്വന്തം വണ്ടി വരണ്ട, ഞാൻ വണ്ടി വിട്ടോളാം. കാരണം സ്വന്തം വണ്ടി ചെന്നാൽ 500 രൂപ കുറച്ചങ്ങനെ കൊടുക്കുന്നത്. അല്ല, ഞാനത് അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഒരു പ്രൊഡ്യൂസർ അങ്ങനെ വേണം, അല്ലാതെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളിലും വെച്ചിട്ട് കുറേ പൈസ എടുത്ത് ബാങ്കിൽ നിന്ന് എല്ലാ ദിവസവും വിഡ്രോ ചെയ്ത് കൊടുക്കുക, ആര് ചിലവാക്കി ഇതിലേ പോയി. എനിക്ക് ചെറുപ്പക്കാരനെ ഞാൻ അഭിനന്ദിക്കുന്നു ഇക്കാര്യത്തിൽ തീർച്ചയായിട്ടും. കാരണം പിന്നെ എനിക്ക് ഇയാളൊരു ചെറിയൊരു അടുപ്പക്കൂടുണ്ട്, ഇയാളൊരു പ്രവാസിയാണ്. പിന്നെ ഞങ്ങൾ രണ്ട് ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുകയും വരികയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കൂടുതൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നു. കാരണം വെച്ചാൽ പണത്തെക്കാട്ടിൽ വലുത് നമുക്കിഷ്ടമുള്ളൊരു ജോലി ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കുക. ജീവിതത്തിൽ ഒരു ലൈഫേ ഉള്ളൂ, അടുത്തൊരു ലൈഫിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, ചിന്തിക്കാനും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു തൊഴിൽ ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ്. ഒരു പക്ഷെങ്കിൽ എൻ്റെ ഭാര്യയൊക്കെ എന്നോട് പറയാറുണ്ട്, ഇവിടെ കിടന്ന് ഇപ്പോൾ വിളിക്കും, തിരുവനന്തപുരം വിളിവരും, ചേട്ടാ കയറിക്കോ വൈകിട്ട് നാളെ രാവിലെ ഉണ്ട്, ഇത്ര പറത്തുള്ളൂ. അപ്പോൾ അത് കാണുമ്പോൾ ഈ പ്രായത്തിലുള്ള എന്നോട് എൻ്റെ വൈഫ് പറയാറുണ്ട്, ഈ പടാപ്പാട് വിടേണ്ട കാര്യമുണ്ട്, അവിടെ പോയിരുന്ന കൗണ്ടറിലിരുന്ന കാശ് വാങ്ങിച്ച് പെട്ടിക്കകത്തിട്ട് പോരെ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു കാഷ്യറയല്ല ഞാൻ പ്രതിഷ്ഠിച്ചേക്കുന്നത്, ഒരു ആർട്ടിസ്റ്റിനെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് തന്നെയാണ് അൻവർ അടുത്ത പടം ചെയ്യാൻ പോകണം, ഇതിലും വലിയ ബഡ്ജറ്റ് ചെയ്യാൻ പോകണം. പിന്നെ ഇദ്ദേഹം ഈ സ്കൂൾ ഡയറിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ കേരളം മുഴുവൻ എല്ലാ തിയേറ്ററുകളിലും ഫിസിക്കലി ഓടിക്കൊണ്ടിരിക്കും. ഇന്നലെ എറണാകുളത്തായിരുന്നു, ഇന്നിപ്പോൾ ട്രിവാൻഡ്രത്ത്, വീണ്ടും മറ്റന്നാൾ എറണാകുളത്ത് പോകുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇയാൾ കാണുന്ന വലിയ കളി, ഇയാൾ വലിയൊരു മലയാളത്തിൽ നിഷേധിക്കാനാവാത്തൊരു പ്രൊഡ്യൂസർ ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു. നന്നായിരിക്കട്ടെ, ഈശ്വര അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ മോനെ. കാരണം ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ യൂത്തിലെ പിള്ളേരെ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്, ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈവൻ ഒരു 500 രൂപ അല്ല ഒരു 10 പൈസ ചെലവായാൽ പോലും മോന്റെ ഒരു നോട്ടം എത്തുക എന്ന് പറയുന്നത് ഒരു ഈസി കാര്യമല്ല. കാര്യം ആ പൈസയുടെ വാല്യൂ അത്രയും മനസ്സിലാക്കിക്കൊണ്ട് ചെലവാക്കുക എന്ന് പറയുന്നത് ഷുഡ് അപ്രീഷിയേറ്റ് യു. അതെ, മലയാള സിനിമയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെ. പിന്നെ എങ്ങനെയാ സിനിമയിലേക്ക് വന്നേ, ആ ഒരു കണക്ഷൻ വന്നേ എങ്ങനെയാ? പിന്നെ കണക്ഷൻ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മോഡലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ പരസ്യ ചിത്രങ്ങളിലൊക്കെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഡയറക്ടർ ഹാജി സാറിൻ്റെ ട്രിവാൻഡ്രത്ത് ഒരു മൊബൈൽ പോയിന്റ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൻ്റെ അതിൻ്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന് ആ ഒരു ബന്ധമാണ് സിനിമയിലേക്ക് എത്തിച്ചത്. ഓ ഓക്കെ ഓക്കെ. ഇതിനകത്ത് ശരിക്കും ഒരു കാര്യം പറയാതിരിക്കാൻ വേട്ടോ, അതിനകത്തൊരു പാട്ടുണ്ട് ശരിക്കും എന്നെ ഒരുപാട് ഹോണ്ട് ചെയ്യുന്ന, അക്ഷരങ്ങളുടെ അമ്മ. അതെ അതെ, അതായത് പാട്ടുകൾക്കെല്ലാം പ്രത്യേകതയാണ്. അതായത് ഇതിനകത്ത് വരുന്ന 4 പാട്ടിൽ ഫസ്റ്റ് പാട്ട് ശ്രീയേട്ടൻ പാടിയിരിക്കുന്ന പാട്ട് നമ്മുടെ മലയാള അക്ഷരമാലയുണ്ട്, ആ ആ ഇ ഉ അല്ലെ, ഓരോ അക്ഷരത്തിലും ഓരോ വരി വെച്ച് അമ്മയെക്കുറിച്ചൊരു സോങ് ചെയ്തു. അപ്പം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സത്യ ഓഡിയോസാണ് ഇതിൻ്റെ റൈറ്റ്സ് എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ നയനനാർ പാടിയിരിക്കുന്ന സ്കൂളിലൂടെ മറ്റൊരു സോങ്ങിന് 1 മില്യൺ വ്യൂവേഴ്സാണ് കിട്ടിയേക്കുന്നത്.
അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പ്രതീക്ഷ വന്നു. അല്ല ശരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ആ അക്ഷരങ്ങളുടെ അമ്മ അത് പറഞ്ഞിട്ട് ആ പാട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ഡയറക്ടർ തന്നെ എഴുതിയ പാട്ടാണ് മോന്റെ ഫാമിലിയിലെ ആരെങ്കിലും ഈ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടോ? ഫിലിമിൽ ആരുമായിട്ടും ബന്ധപ്പെട്ടവർ, സിനിമയായിട്ടോ? ഫാമിലിയിൽ എൻ്റെ മാമക്ക് നേരത്തെ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു, കിളിമാൻ്റെ സീന തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഫിലിമായിട്ട് ബന്ധമുണ്ട് ഫാമിലിയിൽ. ഓക്കെ. ഈ മോഞ്ചേട്ടാ ശരിക്കും ഈ പഴയ ആർട്ടിസ്റ്റ് ഒക്കെ പറയും, ഇവിടെ കുറെ പേര് വന്നിട്ടുണ്ടായിരുന്നേ, അവർ ഈ മിക്ക നമ്മളെല്ലാവരും ആർട്ടിസ്റ്റ് അല്ലേ, ഇവർക്ക് ഈ സിനിമാ തിയേറ്ററുമായിട്ട് ഭയങ്കര നല്ലൊരു ബന്ധം വരും. ഈ പഴയ സിനിമാ തിയേറ്ററായിട്ട് ചിലപ്പോ ഓലപ്പര ആയിരിക്കും എന്നതാണേലും അവർക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് ഏതൊരു ആർട്ടിസ്റ്റിനും. ഒരു നൊസ്റ്റാൾജിയ തന്നെ വെച്ചോ, അവരെ അതുമായിട്ട് സിനിമയായിട്ട് ഒരുപാട് ലിങ്ക് ചെയ്യും. മോഞ്ചേട്ടാ നൊസ്റ്റാൾജിയ തിയേറ്റർ ഞാൻ എന്നെ ഒന്നും തിയേറ്റർ ഇവിടെ നിന്ന് വിട്ട് സിനിമ കാണിക്കത്തേ ഇല്ലായിരുന്നു. ഞാൻ ഒരു പരമ്പരാഗത ക്രിസ്ത്യൻ ഫാമിലിപ്പെട്ട ഒരാളാണ്. അപ്പോൾ അവർ അങ്ങനെയൊന്നുള്ള കൺസീവ് ചെയ്യുന്ന ആൾക്കാരല്ല, അങ്ങനെ വിടത്തില്ല. എനിക്ക് അങ്ങനെ 1-2 സിനിമ കണ്ട കുടുംബമായിട്ട് കണ്ടൊരു ഓർമ്മയുള്ളൂ. പക്ഷെ ഞാൻ ആ കാലത്ത് തന്നെ 10-100 സിനിമ കണ്ടു. ഓർക്കണം, ഞാൻ കാശ് തരത്തില്ലല്ലോ, സിനിമ കാണാനെന്ന് പറഞ്ഞ പൈസ തരത്തില്ല. അപ്പോൾ ഉദാഹരണത്തിന് ആറ്റിങ്ങിൽ നിന്ന് തിരുവല്ല വരെ പോകുന്ന ഇടയ്ക്കാണ് തിയേറ്റർ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വന്ന് പടം കാണാൻ. ആറ്റിങ്ങിൽ ഞാൻ വെച്ചാൽ അന്നത്തെ കാലത്ത് സൈക്കിൾ വാടക എടുത്തിട്ട് പോകും, അതല്ലേ നല്ല സ്പീഡിൽ നടക്കും. തിരുവനന്തപുരത്ത് വന്നപ്പം ബസ് കൂലി ലാഭമില്ലേ, ആ കൂലിക്ക് പിന്നെ സിനിമ കാണും. ഏറ്റവും മുന്നേ 5-6 കിലോമീറ്റർ പൈസ ലാഭിക്കണ്ടേ. അപ്പോൾ 4-5-6-7 എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മദറിൻ്റെ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ 6 കിലോമീറ്റർ ഉണ്ട്. 6 കിലോമീറ്റർ ഒരു വഴി നടന്നു കഴിയുമ്പോൾ അന്നത്തെ സമയത്ത് 50 പൈസ 50 പൈസ മതി, ഏറ്റവും താണ ടിക്കറ്റ് കിട്ടും. ആ മണലിൻ്റെ അവിടെ മണലേ ഞാൻ ഇരുന്നിട്ടില്ല. മണലിൻ്റെ ടിക്കറ്റ് എടുത്ത് വെച്ച് ഏറ്റവും മുന്നിലത്തെ ബെഞ്ച് കയറിയിരിക്കും, അവിടെ ആള് കാണത്തില്ല. അത് നസീറൊക്കെ വരുന്നത് എങ്ങനെയൊക്കെ ഇരിക്കും. ചിലപ്പോൾ ഇടിയൊക്കെ വരുന്നത് നമ്മുടെ മുഖത്താണെന്ന് തോന്നി, 3D എഫക്റ്റ് ഒക്കെ വരും. പിന്നെ തിയേറ്ററിന് പുറത്ത് നിന്നല്ല അന്നത്തെ കാലത്ത് നല്ലോണം സിനിമ ആസ്വദിക്കും. ഇടി പിഷ്കുന്നുള്ള ഓലപ്പരയൊക്കെ അല്ലേ, അതിൻ്റെ പുറത്ത് നിന്ന് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ സ്ഥിരമായിട്ട് ഈ കംപ്ലീറ്റ് സിനിമയുടെ കഥ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ കൃത്യമായിട്ട് ചോദിക്കുമ്പോൾ സിനിമ കണ്ടൊന്നുമല്ല, പുറത്തുനിന്ന് കേട്ടത്. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്, ഭയങ്കര എന്നിട്ട് സിനിമയെക്കാട്ടി ഭംഗിയായിട്ട് കഥ പറയും. അതൊക്കെയാണ് തിയേറ്റർ എക്സ്പീരിയൻസ്. തിയേറ്റർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ സിനിമ തിയേറ്ററിൽ പോയി കണ്ട എക്സ്പീരിയൻസ്. എന്തായാലും അന്നത്തെ കാലവും ഇന്നത്തെ കാലം ഇന്ന് ഈ കുട്ടിക്കൊന്നും അത് മനസ്സിലാകത്തില്ല. നമ്മൾ കാക്കത്തുണ്ട് ഒടിച്ചിട്ട് സ്ലേറ്റ് തുടച്ചു എന്ന് പറഞ്ഞാൽ ഈ കുട്ടിക്ക് എന്ത് മനസ്സിലാവും? അങ്ങനെ ആ ഭാഗത്തൊക്കെ കാക്കത്തണ്ടെന്ന് പറയും. അത് മഷിത്തണ്ട് തന്നെ. നമ്മൾ 2 ഉള്ളി മഷി ഒഴിച്ചിട്ട് അങ്ങനെ പിൽക്കാലത്താണ് മഷി വന്ന ശേഷമാണ് മഷിത്തണ്ടെന്ന് പേര് കിട്ടിയത്. അതിന് മുമ്പ് കാക്കത്തണ്ടെന്നായിരുന്നു എൻ്റെ. അപ്പോൾ അതിനകത്തോട്ട് ആ സാധനം തന്നെയാണ് അത്. അതിങ്ങനെ കൊണ്ടുപോയല്ലോ ടീച്ചറെ, എൻ്റെ കാക്കത്തണ്ടി കുട്ടി ഒടിച്ചു കളഞ്ഞു. ഇതൊക്കെയാണ് അന്നത്തെ വലിയ കംപ്ലൈന്റുകളൊക്കെ. എഴുതാൻ നോക്കിയില്ല. അപ്പം ഇതിപ്പോ ഞാൻ എൻ്റെ മക്കളോടല്ല ഈ കുട്ടിയോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് മനസ്സിലാകാനാണ്? നമ്മളൊക്കെ ഇവരെ എൻ്റെ അമ്മ എന്നെ അങ്ങനെ വഴക്കോരെന്ന് പറഞ്ഞു. അവർ അമ്മയും ഞാനൊക്കെ വിചാരിക്കുന്നത് ഇതൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന. അവരുള്ളിൽ പറയുന്നത് എന്ത് പൊട്ടത്താണ് എൻ്റെ അമ്മോറെന്ന്, കാക്കത്തുണ്ട് മഷിത്തുണ്ട്. ഇവരിതൊക്കെ ചെയ്യുന്ന വിചാരിച്ചു ഞങ്ങളിപ്പോൾ എന്ത് വേണം? അവർ 50 വയസ്സേക്ക് ഒരു സിനിമ കണ്ടെന്ന്. 50 വയസ്സേക്ക് സിനിമ 50 വയസ്സ് ഇപ്പോൾ ഒന്നും കിട്ടത്തില്ല, ഒരു കല്ലുവൻസ് പോലും കിട്ടത്തില്ല. കല്ലുവൻസിൽ വരത്തില്ലല്ലോ പണ്ടത്തെ കാലത്തെ. ഇപ്പം ആങ്കൊച്ചുങ്ങൾക്ക് പോയെന്നും പറഞ്ഞ എന്നാ കുഴപ്പം? ആങ്കൊച്ചുക്ക് സിനിമ ഉണ്ടെന്നും പറഞ്ഞ എന്നാ കുഴപ്പം? അല്ല, ആലോചിച്ചല്ല സിനിമ കാണുന്നത്. ഞാനൊക്കെ കോളേജ് പഠിക്കുന്നവര് ഒരു ചായ കിടന്നൊരു ചായ കുടിച്ചിട്ടില്ല. എന്നാന്നറിയോ, ഈ പൊതുവെ ഒരു അപ്പനും അമ്മയ്ക്കും ഒരു തലയെടുപ്പുണ്ടല്ലോ, അന്നേരം അത് വിട്ടേച്ച് കൊച്ചിനെ കവലെ കണ്ട വലിയ മാനക്കേടാ. അത് കണ്ടോണ്ടായിരിക്കുവേ അവൻ ചായക്കടയിൽ പോയി ചായ കുടിച്ചേച്ച് എന്നത്തിനോട് അവന്റെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച് ചായ കുടിച്ചേ. ഈ ഒരു ഏർപ്പാടല്ലേ അത്? വേണ്ട, വീട്ടിലുണ്ടല്ലോ. നിനക്ക് എന്നാ കുടിച്ചാ അവിടെ പോയി കുടിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, നിനക്ക് വല്ല നല്ല ഹോട്ടലും പോവാൻ ചായക്കടയിലൊക്കെ എന്തിനാ പോകണം? ഈ ഒരു ഉണ്ട് കേട്ടോ, നേരെ ശരിയാണ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് തിരുവല്ലയ്ക്ക് പോകുമ്പോൾ MC റോഡ് വഴി പോകുമ്പോഴേ എനിക്ക് തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കുന്ന ഇഷ്ടം. നല്ല ടേസ്റ്റ്. അത് മറ്റൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ 3-4 ഐറ്റമായിട്ടല്ലേ വരുന്നത്. പഞ്ചസാര വേറെ, അത് വേറെ, കപ്പ് വേറെ, സോസർ വേറെ. നമ്മളവിടെ കുശിനിക്കാരനായിട്ട് നിന്നിട്ട് ഉണ്ടാക്കി അപ്പുറത്തേക്ക് തണുത്തു പോകും. ഇപ്പൊ തമിഴന്മാർ വന്ന ശേഷം കൈ കാണിച്ചാൽ ചായ കൊണ്ട് തരും. നമ്മുടെ ആൾക്കാരോട് പറയുമ്പോൾ അവർക്കൊരു ഇച്ചിരി പ്രയാസം തോന്നുന്നു. അവൻ വണ്ടി ഇരുന്ന് ചായ തമിഴന്മാരോട് നിർത്തിയിട്ട് ഒരു വടയും ഒരു ചായ എന്ന് പറഞ്ഞാൽ കൈ കൊണ്ടു തരും.
അപ്പോൾ ആ ചൂടോട് കുടിക്കാൻ പറ്റും. സിമ്പിളായി പോകണ്ട ഞാൻ കിട്ടും. അതെ, ശരിക്കും ഒരു കാര്യമുണ്ട്, ആഹാരം ഏതായാലും ചൂടോടെ കഴിക്കുന്നതിനോട് ഒരു സ്വാദ് കൂടുതല. അത് ഞാൻ എപ്പോഴും എന്റെ പ്രേക്ഷകരോട് പറയും. ഈ ഒരു എന്നാ പറയാ, ഒരു ചിപ്സ് ആന്നേ പോലും അതൊരു ചൂടോടെ തിന്നാനായിട്ട് അന്നേരം നമ്മൾ ഒന്ന് തിന്നുന്നിടത്ത് രണ്ട് കഴിക്കും. ചൂടോടെ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാവുള്ളേ. പിന്നെ ഈ സ്കൂൾ ഡയറിയിൽ തന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു. എന്റെ ക്യാരക്ടറിന്റെ പേര് ഇന്ദു എന്നായിരുന്നു. അപ്പം ഇതിനകത്ത് ഞാൻ ഒരു എന്താ പറയാ, ഞങ്ങളെല്ലാം അടിച്ചുപൊളി കുട്ടികളായിട്ടാ. അപ്പൊ അവർക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോ അങ്ങനെയാണ് ഈ കഥയുടെ മെയിൻ തീം. അപ്പം ഞങ്ങള് കുട്ടികള്, അപ്പം എന്റെ പ്രായത്തിലൊക്കെ ഉള്ളവര് എങ്ങനെയാണ് സ്കൂൾ ലൈഫ് ഫേസ് ചെയ്യുന്നത്, എന്തൊക്കെ അവര് നേരിടണം, അപ്പോ ഇങ്ങനെയൊക്കെയാണ്. വളരെ നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു മൂവിയായിരുന്നേ. അപ്പോൾ എന്നോട് ഇത് ഹാജ സാർ വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നു. അപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് ഒരു രാത്രിക്ക് അൻവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പത്തിനും കാരണം ഹണി ബിട്ടുവിന്റെ ലൊക്കേഷനിൽ ശ്രീനിവാസൻ ചേട്ടനാണ് ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ മമിത ഹണി ബിട്ടുവിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ല, കണക്ട് ചെയ്ത് എല്ലാം പോയത്. അപ്പോ അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞപ്പം എന്നോട് ഇങ്ങനെ കഥ പറഞ്ഞു. അപ്പൊ കഥ പറഞ്ഞപ്പം എനിക്കും എൻ്റെ അമ്മയ്ക്കും അപ്പയ്ക്കും ചേട്ടനും ഒക്കെ പെട്ടെന്ന് കഥ കേട്ടപ്പോഴേ അങ്ങ് ഇഷ്ടമായി. അതായത് എന്താ പറയാ, ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു കഥ. ഇപ്പൊ ഉള്ള നമ്മൾ ആദ്യം ഓർത്തു, ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ ആദ്യം ഓർത്തു ഇങ്ങനെ അടിച്ചുപൊളി സംഭവമായിരിക്കും ഇപ്പോഴത്തെ ന്യൂജൻ ഒക്കെ ഉള്ളത്. പക്ഷെ നേരെ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ളൊരു കഥയായിരുന്നു. അപ്പോൾ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ത്രില്ലിംഗ് ആയി. അപ്പൊ ഇത് ചെയ്യണം, കൊള്ളാം, നല്ലതാ, ചെയ്യാം എന്ന് പറഞ്ഞ അങ്ങനെ ശരിക്കും എൻജോയ് ചെയ്തു അല്ലേ? ശരിക്കും എൻജോയ് ചെയ്തു. ശരിക്കും. ഇത് എവിടെയായിരുന്നു മോനെ ലൊക്കേഷൻ? ട്രിവാൻഡ്രം, തമിഴ്നാടുമായിരുന്നു. സോങ്സ് ഒക്കെ ഷൂട്ട് ചെയ്തത് തമിഴ്നാടായിരുന്നു. അൻവർ, ഇനി എന്താ നെക്സ്റ്റ് പ്രോജക്ട്? വലിയൊരു പ്രോജക്റ്റ് ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞു. അടുത്തൊരു വലിയൊരു പ്രോജക്റ്റ് മനസ്സിലുണ്ട്. അപ്പോൾ അതിന്റെ ഫൈനൽ ഡിസ്കഷനിലാണ്. ഓൾമോസ്റ്റ് നെക്സ്റ്റ് മന്തോട് കൂടി അനൗൺസ് ചെയ്യും. ചേട്ടാ, ഇത്രയും നേരം കഴിച്ച എന്റെ ഇതിനെ കഴിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. സൂപ്പർ എനിക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനിപ്പോ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. എൻ്റെ വീട്ടിൽ ആരുമില്ല. അപ്പൊ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. വൈഫ് കുവൈറ്റിന് പോയി, മക്കൾ 3 പേരും വിദ്യാഭ്യാസം സംബന്ധിച്ച്, ജോലി സംബന്ധിച്ച് ആ മെലോൺ അറ്റുമല്ല. അപ്പോൾ എനിക്ക് ഈ കുക്കിംഗ് ഇഷ്ടമാണ്. എന്നെ അതിലാർക്കും പരാജയപ്പെടുത്താൻ പ്രയാസം. അത് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുക എന്നുള്ളതല്ല. എന്നെ ഒരു അടുക്കളയിൽ അടച്ചിട്ട് വെച്ചിട്ട് 45 100 ദിവസം ആരെങ്കിലും പുറത്ത് പോയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ശ്വസിക്കാൻ വായു, കഴിക്കാൻ ഭക്ഷണം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കഴിയും. അപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാനാണ് ആദ്യം കഴിച്ചു തുടങ്ങിയത്. പിന്നെ ഇത് മുഴുവൻ തീർത്ത് കഴിഞ്ഞാലുള്ള ഒരു നാണക്കേടുണ്ട്. വീണ്ടും തിരല്ലാക്കാരനാണ് പറയിപ്പിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കങ്ങ് ദണ്ണം തട്ടും. എന്തായാലും മോഹൻചേട്ടാ, ഐ എം സോ ഹാപ്പി 3 പേര് ഇവിടെ വന്നു. നമ്മൾ ശരിക്കും പറഞ്ഞാൽ പറയാ, സിനിമ വിശേഷവും പറഞ്ഞു, നമ്മുടെ കുടുംബ വിശേഷവും പറഞ്ഞു. ഇതൊക്കെയല്ലല്ലോ ഒരു രസം. അതാ ഒരു ഫോർമൽ ആയിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ല ഫോർമൽ ആവാൻ. അല്ലേ പിന്നെ ഇവിടെ അങ്ങ് ഞാൻ മസിൽ പിടിക്കാൻ അങ്ങ് സമ്മതിക്കൊന്നുമില്ല. ആദ്യം വന്നപ്പോ ഇച്ചിരി മസിലൊക്കെ പിടിച്ചു വന്നു. ഇപ്പൊ ആരാ പറഞ്ഞാലേ അറിയത്തുള്ളൂ മസിലാന്ന്. പിന്നെ അല്ല, ഇവിടെ ഒന്നും നടക്കിയല്ല മോനെ. ഇവിടെ ഉള്ള സത്യം പറയാലോ, നമ്മൾ ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ച് ബേളം വെച്ച് പോകുമ്പോ ഒരു സന്തോഷം അല്ലേ? ഓക്കെ. ഒരു മോനാണോ? ഞാൻ അച്ഛനമ്മയ്ക്ക് ഒരു മോനാണ്. സിബ്ലിങ്സ് ഒന്നുമില്ല? 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഷീ ഗുഡ് മാരീഡ്. പിന്നെ എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ മൂവ് ചെയ്തപ്പോ എന്റെ അച്ഛന്റെ പണി പോയി. എന്റെ അച്ഛൻ പള്ളിയിലെ ഇമാമായിരുന്നു. അപ്പൊ നമുക്ക് മുസ്ലിംസിന് സിനിമ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പം ഇപ്പൊ നമ്മുടെ പാളയംപള്ളിയുടെ ഇമാമിന്റെ മകൻ ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോലിയും പോയി. കലാകാരന്മാരെ എന്താണെന്നറിയത്തില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഭയങ്കര സങ്കടമായി പോയി. അപ്പോ അത് മാത്രമേ അത് ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്ക് അറിയാൻ മേല. പക്ഷെ കല എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും തള്ളി പറയാൻ പാടില്ല. കാര്യം നമ്മൾ അതിനകത്ത് എന്നാ പറയാ, നന്ദികേടോ തിന്മയോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ഒരു കലേനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത്. ഇപ്പത്തെ യൂത്തിലെ കുട്ടികളാണ്, ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഇത്രയും പെൺകുട്ടികൾ അവിടെ ഉണ്ടായിട്ട് പോലും ഒരു ചീത്തയായ ഒരു വർത്താനത്തിലോ അല്ലെ ഒരു പ്രവൃത്തിയിലോ ഒന്നും കുട്ടികൾ ഏർപ്പെടുത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക ചെയ്യുക. തെറ്റ് ചെയ്തെങ്കിൽ ശരി, അദ്ദേഹം എല്ലാം പറയുന്ന പോലെ ഞാനും അവരുടെ കൂടെ ഉണ്ട്. അതല്ല, നല്ല കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും കലയെ പ്രോത്സാഹിപ്പിക്കണം. തെറ്റാണോ ശരിയാണോ എന്ന് അറിയില്ല. ബാക്കി റൂൾസും റെഗുലേഷൻസും ഒന്നും എനിക്കറിയില്ല. എന്റെ അഭിപ്രായത്തിൽ ഏത് മതമാണെങ്കിലും കലയെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. അതിൽ മതത്തിനെ നമ്മളെ ഇന്ന മതക്കാർക്കേ പാടുള്ളൂ എന്നൊന്നല്ല. നമ്മള് ഭാരതത്തിലല്ലേ ജീവിക്കുന്നത്. ഭാരതം എന്ന് പറയുന്നത്
ഭാവരാഗ താളങ്ങൾ ചേർന്ന ഒരു രാജ്യമാണ്. അതിനെ നമ്മൾ നശിപ്പിക്കാൻ പാടില്ല, അതിനോടൊപ്പം നമ്മൾ പോണം, ഇല്ലേ മോൻചേട്ടാ? ഞാൻ പറയാം ശരിയല്ലേ? ഞാൻ നിശബ്ദമായിട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നല്ല വാക്കുകൾ. ശരിക്കും ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഭാരതം അതാണ്, കലയുടെ രാജ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. യാഥാസ്ഥിതിക മനോഭാവം അതാണ് എൻ്റെ ഒരു ചിന്താഗതി. സിനിമയിൽ പോകുന്നവരെല്ലാം എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഞാൻ പലയിടത്തും പറയാറുണ്ട്, അതായത് എനിക്ക് അവസരം കിട്ടുന്ന വേദികളിലത് ലോകത്തിലല്ല കേരളത്തിൽ ഏത് സിനിമ ലൊക്കേഷനിലും ഏത് സീരിയൽ ലൊക്കേഷനിലും രാവിലെ ഒരു നാളികേരത്തിൻ്റെ പുറത്തൊരു കർപ്പൂരം വെച്ചിട്ട് അത് കർപ്പൂരം കത്തിക്കുന്നത് ഒരു വിഷയത്തിൽ മുസ്ലിമായിട്ടുള്ള ഡയറക്ടറായിരിക്കും. സിദ്ദിഖ് സാറാണ് എൻ്റെ ആദ്യത്തെ ഡയറക്ടർ. അദ്ദേഹം കത്തിക്കുന്നുണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ദൈവമേ ഇവരൊക്കെ ഇത് ചെയ്യുമോ? കാരണം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് താല്പര്യമുള്ളവർക്ക് ഇങ്ങനെ വെക്കാം, അല്ലാത്തവർക്ക് അവരവർക്ക് ദൈവത്തെ വിളിക്കാം, നിശബ്ദമായിട്ട് നിൽക്കേണ്ട. പക്ഷേ ആ ഒരു 5 മിനിറ്റ് എല്ലാവരും മിണ്ടാണ്ടിരിക്കും അല്ലേ? ഏതെങ്കിലും ബാങ്ക് രാവിലെ 10 മണിക്ക് തുറക്കാൻ നേരത്ത് മാനേജറെ വിളിക്കുക, വന്നേ നമുക്കൊന്ന് ദൈവത്തെ വിളിച്ചിട്ട് വിളങ്ങാൻ പറഞ്ഞ് ഞാൻ കണ്ടില്ല. എക്സെപ്റ്റ് സ്കൂൾസ്, ഒരു കോർപ്പറേറ്റ് കമ്പനിയിലും രാവിലെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തെ വിളിച്ചിട്ടില്ല. പക്ഷേ കാരണം നമുക്ക് ആക്ഷൻ്റെ കട്ടിൻ്റെ ഇടയ്ക്കുള്ള ലൈഫ് മോളിൽ നിന്ന് തരുന്ന ഒരു വരവാണ് അല്ലേ? അത് വേണമെങ്കിൽ അത് വേണം, ദൈവവിശ്വാസം വേണം. അപ്പം അതുകൊണ്ട് അതുകൊണ്ട് സിനിമാക്കാരെ ക്ലാസിഫൈ ചെയ്തിട്ട് അല്ലെ സീരിയലുകാരെ നടീനടന്മാരെ ക്ലാസിഫൈ ചെയ്ത് സംസാരിക്കുന്നത് ഒരു മനുഷ്യരുടെ, പ്രത്യേകിച്ച് നമ്മളുടെ ആൾക്കാരുടെ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ സെക്കൻഡറി പോർഷനാണ്. അതെ, സിനിമ ഹിറ്റായപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പക്ഷേ എൻ്റെ ഉപ്പാടെ കണ്ണുകൾ നിറയുന്നത് കണ്ടായിരുന്നു. ഇല്ല, അത് മാറും, പടച്ചോൻ മാറ്റി തരും. അത് കണ്ടപ്പം ഭയങ്കര സങ്കടമായി. ഇല്ല, അത് ശരിയാവും തീർച്ചയായിട്ടും. അത് ഈശ്വരനായിട്ട് നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ മോനെ, ആരെയും ദ്രോഹിക്കുന്നില്ല, ആരെയും വിഷമിപ്പിക്കുന്നില്ല. അതൊക്കെ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ തന്നെ ഭഗവാൻ അറിയില്ല ഈ കുട്ടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പൊ എത്രയായാലും ഈശ്വരൻ കൂടെ ഉണ്ടാവില്ലേ? ഈശ്വരൻ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആരെങ്കിലും പേടിക്കണം വേണ്ട. ഈശ്വരനായിട്ട് തന്നെ അച്ഛന്റെ ജോലി വെളിയിലാക്കി അദ്ദേഹത്തിന്റെ മനസ്സിൽ മാറ്റി തിരിച്ച് ജോലി കിട്ടട്ടെ, ഉറപ്പ്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന മമിതനെ മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ. ശരിയാ, ബാക്കി 4 പേരുണ്ട് അല്ലെ? കേന്ദ്ര കഥാപാത്രം 5 പേരില് ഭാമ അരുൺ കണ്ണൂരുകാരിയാണ്. പിന്നെ ദിയ ഉണ്ട്, ദിയ ട്രിവാൻഡ്രം ആണ്. അമ്മു ഉണ്ട്, അനക്ക അവളുടെ പെണ്ണയുമാണ് അമ്മു, അവളും ട്രിവാൻഡ്രം ആണ്. പിന്നെ ഒരാളുണ്ട് വിസ്മയ. വിസ്മയ ഇപ്പം മരുഭൂമിയിലെ മഴത്തുള്ളികൾ എന്ന് പറയുന്ന സിനിമയിൽ നായികയായിരുന്നു, ഇപ്പൊ റിലീസ് ചെയ്ത. ഏറ്റവും വലിയ സന്തോഷം, നമ്മുടെ സ്കൂൾ ഡയറിയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ നായകന്മാർക്കും 3-4 സിനിമകൾ ഇവർ എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി. അതാ നല്ലൊരു എന്താ പറയാ, അതോടുകൂടി ബിസിയായി. അൻവർ എന്നാ ചെയ്തേ? അത് മാത്രം പറഞ്ഞില്ലല്ലോ. ക്യാരക്ടർ എന്താ? ഞാനൊരു അധ്യാപകന്റെ ക്യാരക്ടർ ചെയ്തേക്കുന്നത്, ഒരു മാതൃക അധ്യാപകൻ. ഓക്കെ, അതിനകത്ത് ക്യാരക്ടർ ചെയ്യണം എന്ന് ആദ്യമേ തീരുമാനിച്ചു? ഇല്ല, ഡയറക്ടർ ഞാൻ പറഞ്ഞില്ലേ ആളുടെ ഒരു പരിചയത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ചെയ്തത് കൊള്ളാമെന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു. എനിവേ, ഐ എം സോ ഹാപ്പി. നല്ലൊരു മെസ്സേജ് കൊടുത്ത ഒരു ഫിലിമാണ്. ഇതേപോലത്തെ മെസ്സേജസ് വരുന്ന ഒരുപാട് ഫിലിംസ് ഒന്ന് ചെയ്യാൻ സാധിക്കട്ടെ.